ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. अरे सुन तो। मुझे क्या सुनाना चाहते हो? जो सुनाओ मेरी सौतन को। किसको? अरे वही तुम्हारा मोबाइल फोन जिससे सुबह शाम दिन रात चिपके रहते थे और कहते थे किसान कॉल सेंटर से बातें हो रही हैं। अच्छा ये बात है। हाँ क्यों, क्या हुआ? अब बात नहीं होती क्या? अब तो झट से बात हो जाती है। ऐसा क्या? हाँ, अब तो ज्यादा लाइनें और खास तकनीक के कारण खेती के माहिरों से तुरंत बात हो जाती है। और अगर कभी लाइन व्यस्त हो तो अपनी समस्या फोन पर रिकॉर्ड करा दो, वहाँ से फोन आ जाता है और समस्या की हल का मैसेज भी आ जाता है। ये देखो आ गया। अरे वाह, इसका मतलब इंतजार की घड़ी अब खत्म। हाँ, तभी मैं सोचूं कि आजकल मुझ पर इतना प्यार क्यों आ रहा है। कृषि संबंधी समस्याओं का अपनी भाषा में तुरंत हल पाने के लिए पूरे भारत में किसी भी फोन से हेल्पलाइन नंबर पर संपर्क करें। किसानों का दोस्त किसान कॉल सेंटर. പ്രിയമുള്ള കിസാൻ വാണി ശ്രോതാക്കളെ, തോക്കുപാറയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ബേബി മത്തായി കാടായവുമായുള്ള അഭിമുഖമാണ് ഇന്നത്തെ കിസാൻ വാണി. കാർഷിക രംഗത്ത് ഹൈറേഞ്ചിലെ കർഷകരെല്ലാം തന്നെ എല്ലാവിധ വിളകളും കൃഷി ചെയ്യുന്ന കർഷകരാണ് കൂടുതലായിട്ടുള്ളത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന കർഷകൻ വെള്ളത്തൂവൽ പഞ്ചായത്തിലെ തോക്കുപാറയിലെ ഇടത്തരം കർഷകനായ ബേബി മത്തായി കാടായമാണ്. അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എന്നു മുതലാണ് കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ബേബി ചേട്ടാ. നമസ്കാരം. എത്ര നാളുകളായി ഈ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങിയിട്ട്? കാർഷിക രംഗത്ത് ഏർപ്പെട്ടു തുടങ്ങിയിട്ട് ഞാൻ 1980 മുതൽ കാർഷിക രംഗത്ത് ഉള്ള ആളാണ്. ഫുൾ ടൈം കാർഷിക രംഗത്തുള്ള ആളാണ്. എന്തെല്ലാം കൃഷികളാണ് കൂടുതലായിട്ട് ചെയ്തു വന്നിരുന്നത്? ഞാൻ പ്രധാനമായിട്ടും കുരുമുളകായിരുന്നു ആദ്യത്തെ നമ്മുടെ നല്ലൊരു കൃഷി. അത് ഇപ്പോൾ കൊടിയെല്ലാം പോയതിൻ്റെ പേരിൽ അത് നാമാവശേഷമായി. പിന്നീട് ഇപ്പോൾ ജാതി, തെങ്ങ്, കൊക്കോ കൃഷി ചെയ്യുന്നു. കൂടാതെ ഇടവിളയായിട്ട് ഇഞ്ചി, മഞ്ഞൾ, പിന്നെ പച്ചക്കറികൾ, നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ കൃഷികളും ഞാനൊന്നും വില കൊടുത്ത് വാങ്ങിക്കാറില്ല. എല്ലാം സ്വന്തമായിട്ട് കൃഷി ചെയ്യുകയാണ്. ജനിച്ചു വളർന്നതൊക്കെ എവിടെയായിരുന്നു? ഞാൻ അടിമാലിലാണ് ജനിച്ചത്. അതിനുശേഷം ഒരു 3 വയസ്സായപ്പോൾ ചെല്ലിയാമ്പാറ വന്നു. അവിടെ താമസമാക്കി. ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് തോക്കുപാറയ്ക്ക് താമസം മാറ്റുന്നത്. 1975 തോക്കുപാറ സ്ഥലം മേടിച്ച് താമസം ആവുന്നത്. ഈ 75 താമസമായി തുടങ്ങി കഴിഞ്ഞപ്പോൾ ആ സമയത്ത് എന്തായിരുന്നു കൂടുതൽ കൃഷി ഉണ്ടായിരുന്നത്? ആ സമയത്ത് എനിക്ക് കൃഷി ഉണ്ടായിരുന്നു. എനിക്ക് നിരവധി പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റിൽ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. രാവിലെ ഒരു 8 മണിയാകുമ്പോൾ പോകണം, 4 മണിയാകുമ്പോൾ ജോലി തീരും. അത് കഴിഞ്ഞ് വന്ന് കിട്ടുന്ന സമയം എനിക്ക് 1 ഏക്കർ സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഈ കൃഷികൾ അന്നും ചെയ്തുകൊണ്ടായിരുന്നത്. അന്ന് ഏതാണ് കൂടുതൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്? അന്ന് ഞാൻ ഈ പറഞ്ഞ തെങ്ങ്, ജാതി, ആ സ്ഥലത്തും ഈ കൃഷികളെല്ലാം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? ഇപ്പൊ കൃഷി ചെയ്യുന്നത് തോക്കുപാറ വെള്ളത്തോൽ പഞ്ചായത്ത് 4-ാം വാർഡിലാണ് ഞാൻ ഇപ്പൊ താമസിക്കുന്നത്. അവിടെ 1 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഇപ്പൊ കൃഷി ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ആ സ്ഥലം വാങ്ങിച്ച് കൃഷികൾ ആരംഭിച്ചിട്ട് എത്ര വർഷമായി? 2006 ഞാനിവിടെ വന്നതാണ്. അന്ന് മുതൽ കൃഷി ചെയ്യുന്നുണ്ട്. ഈ 75 മുതൽ കൃഷികൾ ആരംഭിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് ശരിക്കും പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ ജാതി കൃഷിയൊക്കെ തുടങ്ങിയിരുന്നോ? അന്ന് ജാതിയൊക്കെ ഉണ്ടായിരുന്നു, ജാതി കൃഷി ഉണ്ടായിരുന്നു. അന്ന് ബഡ് തൈ അല്ലായിരുന്നു, മറ്റു നാടൻ തൈയാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബഡ് തൈ എല്ലാം ഇറങ്ങിയത്. ഇപ്പൊ ബഡ് തൈയാണ് നമ്മള് വെച്ചിരിക്കുന്നത്. ഇപ്പൊ എന്റെ പറമ്പിൽ ഏതാണ്ട് 20-25ഓളം ജാതിയുണ്ട്. അതിനകത്ത് കായ്ക്കുന്നത് ഒരു 4-5 മാത്രമേ ഉള്ളൂ. ബാക്കി കായ്ക്കാറായിട്ടേ ഉള്ളൂ. വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? വിദ്യാഭ്യാസം ഞാൻ
തൂക്കുപാറ സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് 5ാം ക്ലാസ്സിൽ വെള്ളത്തോലിൽ പഠിച്ചു. 6, 7 അടിമാലി ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു. 8, 9, 10 മാർ ബേസിൽ ഹൈസ്കൂൾ കോതമംഗലം അവിടെയാണ് പഠിച്ചത്. അപ്പൊ ഈ 10ാം ക്ലാസ് പഠനത്തിന് ശേഷം പിന്നെ നേരെ കൃഷിയിലേക്ക് ഇറങ്ങുകയാണോ ചെയ്തത്? 10ാം ക്ലാസ്സിന് ശേഷം പിന്നെ തുടർ വിദ്യാഭ്യാസത്തിന് കാരണന്മാർക്ക് സാമ്പത്തികം ഇല്ലാത്തതിന്റെ പേരിൽ വിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ കൃഷിയിലേക്കും മറ്റ് തൊഴിലിലേക്കും ബന്ധപ്പെടുകയാണ് ചെയ്തത്. അന്നൊക്കെ എന്തായിരുന്നു പ്രധാനമായ കൃഷികളുണ്ടായിരുന്നത്? അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ തെരുവപ്പുല്ലെന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അത് മുറിച്ച് വാറ്റി തൈലം എടുക്കുന്ന ഒരു ഏർപ്പാടാണ് അന്ന് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ കൃഷി, ജാതി, തെങ്ങ്, ഈ കൃഷികളൊന്നും അന്ന് നിലവിലുണ്ടായിരുന്നില്ല. അപ്പൊ ഈ തെരുവപ്പുല്ല് മാത്രവും കൃഷിയാണെന്നുണ്ടായിരുന്നല്ലോ, അതോ മറ്റു കുരുമുളക് പോലെയുള്ള മറ്റു കൃഷികളുണ്ടായിരുന്നു? എനിക്ക് എൻ്റെ അപ്പന് 2 ഏക്കർ 44 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ആ 2 ഏക്കർ 44 സെന്റിനകത്ത് കുറെ പ്ലാവും മാവും ഈ തെരുവപ്പുല്ലും ഉണ്ടായിരുന്നില്ല. വേറെ കൃഷികളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ ഈ ഭക്ഷണത്തിന് വേണ്ടി ഒന്നും കൃഷി ചെയ്തിരുന്നില്ലേ? ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കുറെ സ്ഥലത്ത് കപ്പ ഇടുമായിരുന്നു. പിന്നെ കുറെ സ്ഥലത്ത് ഇഞ്ചി നടുമായിരുന്നു, മഞ്ഞൾ നടുമായിരുന്നു. എത്രയാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്നൊക്കെ ഈ ചേമ്പ്, കാച്ചില്, ചേന തുടങ്ങിയ കൃഷികളില്ലായിരുന്നു? ചേമ്പ്, കാച്ചില് ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് ഓരോ മരത്തിന്റെ ചുവട്ടിക്കിടെ നടുവായിരുന്നു. അതിനകത്ത് അന്ന് വളമൊന്നും ഇടണ്ടായിരുന്നു. അല്ലാതെ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവുമായിരുന്നു. ചുമ്മാ കട്ടാലും ഉണ്ടാവുമായിരുന്നു. ഇപ്പോഴത്തെ മാതിരി വളമൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പിന്നീട് ഈ തെരുവപ്പുല്ല്, അതുപോലെ ഈ കപ്പ, ചേന, കാച്ചില് അത്തരം കൃഷികളൊക്കെ മാറിയിട്ട് ഈ ജാതി കൃഷിയിലേക്കൊക്കെ അങ്ങനെ ഒരു മാറ്റം വന്നത് ഏത് കാലം മുതലാണ്? അങ്ങനെ ഒരു ചേഞ്ച് വരാനുള്ള കാരണം, ഞാൻ വിവാഹിതനായതിനു ശേഷം എനിക്ക് ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം ഞങ്ങള് വേറെ ഈ തൂക്കുപാറ വന്ന 1 ഏക്കർ സ്ഥലം മേടിച്ച് അവിടെ താമസമാക്കിയതിന് ശേഷമാണ് സ്വന്തമായിട്ട് നമുക്ക് ഈ ജാതി, തെങ്ങ് അതുപോലെയുള്ള കൃഷികൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നത്. അന്നാണ് അങ്ങനെയുള്ള കൃഷിയിലേക്ക് നമ്മൾ തിരിയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തൂക്കുപാറയില് വെള്ളത്തോൽ പഞ്ചായത്തിൽ വന്ന് താമസം തുടങ്ങിയിട്ട് 2006 മുതൽ 2006 മുതൽ വെള്ളത്തോൽ പഞ്ചായത്തില്. അതിന് മുമ്പ് 2075 മുതൽ 2006 വരെ പള്ളിവാസൽ പഞ്ചായത്ത്. 1975 മുതൽ പള്ളിവാസൽ പഞ്ചായത്തിലെ തൂക്കുപാറയിൽ തന്നെ ഒരു പ്രദേശത്താണ് താമസിച്ചിരുന്നത് അല്ലേ? അതെ. ഇപ്പോഴ് ഈ ജാതി ബഡ് ജാതിയാണോ, എന്ത് തരം ജാതിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്? ബഡ് ജാതിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയാണ് അത് കൃഷി ചെയ്യുന്നത്? അതിന്റെ കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് പറയാമോ? ജാതിക്ക് കുഴിയെടുക്കുന്നത് എങ്ങനെ, അതിന്റെ നടിയില് എങ്ങനെ, വളവിടിയില് എങ്ങനെ, അതിന്റെ പരിചരണങ്ങൾ, ആദ്യത്തെ ഒരു 3-4 വർഷത്തെ പരിചരണങ്ങൾ എങ്ങനെ, അത്തരം കാര്യങ്ങൾ ഒന്ന് വിശദമായിട്ട് പറയാമോ? അത് ഞാൻ മേടിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കണ്ടപ്പട്ടയമാണ്. കണ്ടപ്പട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലം ആയിരുന്നു. അത് കാന കയറിയിട്ട് നമ്മൾ അതിനകത്ത് മണ്ണ് കൂട്ടുന്നു, കൂന പോലെ മണ്ണ് കൂട്ടിയിട്ട് വലിയ കൂന പോലെ കൂട്ടി വെച്ചിട്ട് ആ കൂനക്കകത്ത് നടുക്കൊരു കുഴിയെടുക്കും. കുഴിയെടുത്തിട്ട് അതിനകത്ത് കുമ്മായവും എല്ലുപൊടിയും ചാണാനും എല്ലാം കൂടി ഇട്ടതിന് ശേഷം ജാതിത്തൈ കൂട് പൊട്ടിച്ച് അതിനകത്ത് ഇറക്കി വെക്കുന്നു. വെയിലാവുമ്പോൾ അതിന് തണൽ കുത്തുന്നു. പിന്നെ നമ്മൾ 1-2 ദിവസം ആ തൈ നനയ്ക്കുന്നുണ്ട്, മോട്ടറടിച്ച് നനയ്ക്കുന്നുണ്ട് വേനൽക്കാലത്ത്. അപ്പൊ തൈ കേടുവരാതെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. അതിന് വർഷത്തിൽ 2 പ്രാവശ്യം എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും മറ്റ് ജൈവവളം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്ര അടി അകലത്തിലാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത്? 15 അടി അകലത്തിലാണ്. ഓരോ ജാതി തമ്മിലുള്ള അകലം 15 അടി അകലത്തിലാണ്. ഈ 15 അടി അകലത്തിൽ നട്ടു കഴിഞ്ഞാൽ ഇത് തമ്മിൽ കോർത്ത് കിട്ടാതെ വളർന്നോളൂ അല്ലേ? വളർന്നു വരും. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ ആദായമായി തുടങ്ങണമെങ്കിൽ ഏകദേശം എത്ര വർഷം കഴിയും? ആദായമായി വരണമെങ്കിൽ ഒരു 2 വർഷം കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദായമാവും. അങ്ങനെയല്ല, ഒരു ജാതി നമ്മൾ നട്ടു കഴിഞ്ഞാൽ എത്ര വർഷം കഴിയുമ്പോഴത്തേക്ക് അത് കായ്ച്ചു തുടങ്ങും? അതായത് ശരിക്ക് നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് നമുക്ക് ആദായം കിട്ടും. അത്തരം ഇനമാണ് കൃഷി ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത്യുൽപാദന ശേഷിയുള്ള ഇനം ജാതിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അത് എവിടുന്നാണ് ഇത് വാങ്ങിച്ചത്? അടിമാലി നമ്മള് അവാർഡ് കിട്ടിയ ചെറുകുന്നൽ നഴ്സറിയിൽ നിന്നാണ് ജാതി തൈ വാങ്ങിച്ചത്. ഒരു തൈക്ക് 650 രൂപയാണ് വില. ഇനി മറ്റ് കൃഷികൾ എന്തൊക്കെയാണുള്ളത്? മറ്റു കൃഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കോയുണ്ട്, തെങ്ങുണ്ട്. തെങ്ങും ഇതുപോലെ തന്നെയാണ്. ഒരു 40 തെങ്ങോളം ഇതിന്റെ ഇടയ്ക്ക് സ്പേസിൽ വെച്ചിട്ടുണ്ട്. ഈ തെങ്ങ് കായ്ച്ചു തുടങ്ങിയോ? തെങ്ങ് ഒരു 3 വരെയാണ് കാച്ചിട്ടുള്ളൂ. ബാക്കി കായ്ക്കാറായി നിൽക്കുന്നു.
ഈ കൊക്കോ കൃഷിയിലേക്ക് വന്നാൽ ഈ കൊക്കോ എവിടുന്ന് ആണ് ഇതിന്റെ കൃഷി രീതി? അതിന്റെ കാഡ്ബറീസിന്റെ തൈയാണോ വാങ്ങിച്ചു വെച്ചത്, അതോ ബഡ് തൈയാണോ വെച്ചിരിക്കുന്നത്? എന്തിനും കൊക്കോ തൈയാണ് കൃഷി ചെയ്തിരിക്കുന്നത്? കൊക്കോ നമ്മുടെ ബ്ലോക്കിൽ നിന്ന് കിട്ടിയ കാഡ്ബറീസിന്റെ കൊക്കോ തൈയാണ്. 40 തൈയുണ്ട്. നല്ല ഉൽപാദന ശേഷിയുള്ള തൈയാണ്, കാഴ്ച തുടങ്ങിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഈ കൊക്കോയുടെ കൃഷി രീതികളൊന്ന് പറയാമോ? കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ കുഴിയെടുത്ത് വെക്കാം. അതായത് അത് ചെനപ്പുള്ള സ്ഥലത്തല്ല കൊക്കോ വെച്ചിരിക്കുന്നത്, അല്ലാതെയുള്ള സ്ഥലത്താണ് കൊക്കോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുഴിയെടുത്ത് വെച്ചിരിക്കുന്നു. അത് ആണ്ടിൽ ഒരു പ്രാവശ്യം കുറേ ചാണാനും ചാരവും ഇട്ട് കൊടുക്കും. നന്നായിട്ട് വിളവ് കിട്ടുന്നുണ്ട് അതിനകത്ത്. ഈ എത്ര വർഷമായി ഈ കൊക്കോ കൃഷി തുടങ്ങിയിട്ട്? കൃഷി തുടങ്ങിയിട്ട് 2010 കൊക്കോ കൃഷി തുടങ്ങുന്നത്. ഈ കൊക്കോ നമ്മൾ കൃഷി ചെയ്ത് തുടങ്ങിയാൽ അത് എത്ര വർഷം കഴിയുമ്പോഴേക്ക് അത് ആദായത്തിലേക്ക് വരും? കൊക്കോ തൈ വെച്ച് കഴിഞ്ഞാൽ 4-ാം വർഷം നന്നായിട്ട് കായാവും. 3-ാം വർഷം മുതൽ കായ്ക്കും. 4-ാം വർഷം നന്നായിട്ട് കായാവും. ഇത് കായ്ച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് ഈ കൊക്കോ നന്നായിട്ട് കായ്ക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? കൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ എറമ്പ് കൂടുതലുണ്ടെങ്കിൽ അത് വെട്ടിക്കളഞ്ഞ് നിർത്തണം. പിന്നെ അതിന്റെ ചുവട് കിളച്ച് വളമിട്ട് കൊടുക്കണം. ചാണാനും ചാരവും ആണ് ഇടാറുള്ളൂ. മറ്റു രാസവളമൊന്നും കൊക്കോയ്ക്ക് ഇടുന്നില്ല. എന്നാലും ശരിക്ക് ആദായം അതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ അതിന്റെ ഈ ശിഖരങ്ങൾ കവാത്ത് ചെയ്ത് നിർത്തണം. ഈ ശിഖരങ്ങൾ കവാത്ത് ചെയ്യുന്നത് എത്ര തവണ ഒരു വർഷത്തിൽ ചെയ്യേണ്ടി വരും? ഒരു വർഷം 2 പ്രാവശ്യങ്ങളിലും കവാത്ത് ചെയ്യണം. അത് ഏത് സമയത്താണ് ചെയ്യുന്നതെന്ന് പറയാമോ? അതായത് ഇതിപ്പോ ഏപ്രിൽ മെയ് മാസത്തില് ഒന്ന് കവാത്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ ഒരു 4 മാസം കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ കവാത്ത് ചെയ്യണം. ഈ ശിഖരങ്ങൾ പൊടിച്ചു വരുമ്പോൾ അതൊന്നുകൂടെ പൊടിച്ചിടണം. കൂടുതൽ ശിഖരങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ കായ ഉണ്ടാവില്ല. പൊതുവെ കൊക്കോ കൃഷി ചെയ്യുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ കായ ഉണ്ടായി വരുന്ന മുഴുവൻ ചീഞ്ഞു പോകുന്നതെന്ന്. അങ്ങനെ ഒരു സംഭവം ബേബിച്ചേട്ടനുണ്ടോ? അതിന് നമ്മൾ ഒരു കായ ഉണ്ടായി കഴിയുമ്പോൾ ബോഡോ മിശ്രിതം അടിച്ചു കൊടുക്കണം. ചീഞ്ഞു പോകാതെ ബോഡോ മിശ്രിതം അടിച്ചു കൊടുക്കണം. അത് ഏത് സമയത്താണ് ഈ ബോഡോ മിശ്രിതം സാധാരണ തളിച്ചു കൊടുക്കാറുള്ളത്? ബോഡോ മിശ്രിതം അടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് ജൂൺ മാസങ്ങളിൽ ഈ കായ ശരിക്കും ഉണ്ടാവും. ആ സമയത്ത് ബോഡോ മിശ്രിതം അടിച്ചു കൊടുക്കണം. അത് എത്ര തവണ നമ്മളിത് ഈ ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കേണ്ടി വരും? മിശ്രിതം അടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്ടിൽ ഒരു പ്രാവശ്യം അടിച്ചാൽ മതി. ഞാൻ ഒരു പ്രാവശ്യം അടിക്കാറുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം ബോഡോ മിശ്രിതം തളിച്ചു കൊടുത്താൽ തന്നെ ബേബിച്ചേട്ടന് കായ്ക്ക് വേറെ കേടില്ലാതെ ലഭിക്കാറുണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? ഒരു പ്രാവശ്യം അടിച്ചാൽ മതി. ഇതിന്റെ വിളവെടുപ്പിലേക്ക് വന്നാൽ വിളവ് നമ്മൾ എങ്ങനെയാണ് വിളവെടുക്കുന്നത്? തന്നെയാണോ വിളവെടുക്കുന്നത്, അതോ വേറെ ആളുകളെ കൂട്ടിയാണോ വിളവെടുക്കുന്നത്? അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ? വിളവെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഭാര്യയും കൂടെ കൂടിയാണ് ഇത് വിളവെടുക്കുന്നത്. വിളവെടുത്ത് പഴുത്ത കാ മൂക്കുമ്പോഴത്തേക്കും അണ്ണാൻ വന്ന് ഇത് പൊട്ടിക്കാൻ തുടങ്ങും. അപ്പം മൂത്ത കാ പറിച്ചു കൊണ്ടുവന്ന് ചാക്കി കെട്ടിവെക്കും. പഴുത്ത് കഴിയുമ്പോൾ പൊട്ടിച്ച് ചാക്കി കെട്ടി ഒരു 2 ദിവസം വെച്ചിട്ട് 3-ാമത്തെ ദിവസം എടുത്ത് വെയിലത്തിടും. ഉണങ്ങി കഴിയുമ്പോൾ പരിപ്പായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഉണക്കിയ പരിപ്പ് ആക്കിയാണ് കൊടുക്കുന്നത്, അല്ലേ? അല്ലാതെ പച്ചക്കോ അല്ലെങ്കിൽ അത് തൊണ്ടോട് കൂടിയോ അല്ല കൊടുക്കുന്നത്? പച്ചക്കല്ല കൊടുക്കുന്നത്. പച്ചക്ക് കൊടുത്താൽ നമുക്ക് നഷ്ടമാണ്. നമ്മളിത് പഴുത്ത പരിപ്പ് പൊട്ടിച്ച് ചാക്കിനകത്ത് കെട്ടി 2 ദിവസം വെച്ചേർന്നിട്ട് 3-ാം ദിവസം എടുത്ത് വെയിലത്തിട്ട് 2 ദിവസം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടും. ഉണങ്ങി കിട്ടി കഴിയുമ്പോഴാണ് നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 210 രൂപ ഒരു കിലോയ്ക്ക് വിലയുണ്ട്. അപ്പോൾ ഇത് മഴക്കാലത്ത് നമുക്ക് ഇതുപോലെ ഇത് ഉണക്കിയെടുക്കാൻ സാധിക്കുമോ? മഴക്കാലത്ത് നമുക്ക് ഉണക്കിയെടുക്കാൻ എന്ന് പറയുമ്പോൾ മഴക്കാലത്ത് നമ്മൾ ഈ അടുപ്പിന്റെ മേളിൽ ഒരു ചെറിയ സ്റ്റോർ പോലെ നമുക്കൊരു ഷെഡുണ്ട്. അതിനകത്തിട്ട് ഒരു തട്ടുണ്ട്. ആ തട്ടിന്റെ പുറത്തിട്ട് ഉണക്കി കൊടുക്കുന്നു. അപ്പൊ അതിന് എത്ര ദിവസം എടുക്കും? അങ്ങനെ ഉണങ്ങണമെങ്കിൽ ഒരു 3-4 ദിവസം വേണ്ടി വരും. ഇനി കൊക്കോ കൃഷി അല്ലാതെ വേറെ എന്തൊക്കെ കൃഷികളാണുള്ളത്? കപ്പ, ചേന, കാച്ചില്, ചേമ്പ്, അതുപോലെ എന്തെങ്കിലുമൊക്കെ കൃഷികളുണ്ടോ? കപ്പ ഉണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, കാച്ചില്, മഞ്ഞള്, മത്തൻ, കുമ്പളം, പാവല്, പടവലം, പയറ്, ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും ഉണ്ട്. ഇഞ്ചിയുണ്ട്. ഇഞ്ചി എന്തോരം സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്? ഇഞ്ചി ഒരു 10-15 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അത് ഏതിനം ഇഞ്ചിയാണ് കൃഷി ചെയ്യുന്നത്? നല്ല ഇനം ഇഞ്ചിയാണ്. അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അത് കഴിഞ്ഞ വർഷം ഞാനൊരു 3 തുലാം ഇഞ്ചി ഇട്ടിട്ട് ഒരു 5 തുലാം വിത്തിനിട്ടിട്ട് ബാക്കി ഒരു 17 തുലാൻ നമ്മൾ വിറ്റു. നല്ല ഉൽപാദനശേഷിയുള്ള ഇനമാണ്. ഉൽപാദനശേഷിയുള്ള ഇഞ്ചിയായിരുന്നു. ഇഞ്ചി കൃഷി പണ്ടൊക്കെ നമ്മുടെ ഈ നാടുകളിൽ പൊതുവെ എല്ലാ ആളുകളും ധാരാളമായിട്ട് കൃഷി ചെയ്തിരുന്നു. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇഞ്ചി കൃഷി ഉപേക്ഷിക്കാൻ കാരണം? ഇഞ്ചി കൃഷി ഉപേക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്ക് ആളെ കൂട്ടി കൃഷി ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും മുതലാവില്ല. വളം, അതിന്റെ പണിക്കൂലി, ഇതെല്ലാം അങ്ങോട്ട് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ മുതലാവില്ല. സ്വന്തം കൃഷി ചെയ്യുകയാണെങ്കിൽ ഈ വളത്തിന്റെ പൈസയെങ്കിലും കിട്ടും. അല്ലാതെ നമ്മുടെ പണിക്കൂലി നമുക്ക് ഒരിക്കലും കിട്ടാറില്ല. ഇപ്പോൾ ഇഞ്ചി കൃഷി എങ്ങനെ ലാഭകരമാണോ? ഇഞ്ചി കൃഷി ലാഭകരമല്ല. ഇഞ്ചി കൃഷി നഷ്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്.
ഇനി വളർത്തുമൃഗങ്ങൾ എന്തെങ്കിലും പരിപാലിക്കുന്നുണ്ടോ? വളർത്തുമൃഗങ്ങൾ ആട് ഉണ്ട്. ആടിന് നമ്മൾ പരിപാലിക്കുന്നുണ്ട്. എത്ര ആടുകളുണ്ട്? ഇപ്പൊ ഒരു 8-10 ആടുകളുണ്ട്. ഇപ്പം കൃഷി ചെയ്യുന്നുണ്ട്. അത് ഏതിനും ആടിനെയാണ് വളർത്തുന്നത്? മലബാറി ആടുകളാണ് നമ്മൾ പരിപാലിക്കുന്നത്. ഇത് ഈ ജോലികളെല്ലാം തന്നെയാണോ ചെയ്യുന്നത്? ഇത് ഞാനും ഭാര്യയും കൂടി തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ രാവിലെ ഏത് സമയത്ത് ആരംഭിക്കേണ്ടി വരും കൃഷിപ്പണികൾ? രാവിലെ 5:30 എഴുന്നേക്കും. 5:30 എഴുന്നേറ്റ് പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജോലിയിൽ ഏർപ്പെടുകയാണ്. വൈകുന്നേരം പിന്നെ ഒരു 6 മണിയാവും ഞങ്ങളുടെ പണികളെല്ലാം തീരുമ്പോൾ. ഇപ്പോൾ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഒരു മോനും മോളും ഉണ്ട്. അവർക്ക് 2 പിള്ളേരും ഉണ്ട്. മൊത്തം മക്കൾ എത്ര? മൊത്തം ഇപ്പം ഞങ്ങള് 6 പേരുണ്ട് വീട്ടില്. എനിക്ക് 3 പേരായിരുന്നു. ഒരാൾ മരിച്ചുപോയി. ഇപ്പൊ 2 ആൺപിള്ളേർ മാത്രമേ ഉള്ളൂ. മൂത്ത മോന്റെ പേര് ബിജു. 1000 ഏക്കറിലാണ് താമസിക്കുന്നത്. അവന് ഭാര്യയുണ്ട്, 2 കുട്ടികളും ഉണ്ട്. ഇളയ മോൻ ബിനു എൻ്റെ കൂട്ടത്തിൽ തൂക്കുപാറയാണ് താമസം. അവനും ഭാര്യയുണ്ട്, 2 പെൺകുട്ടികളും ഉണ്ട്. അവര് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും പൊതുവെ സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നു. ഞങ്ങള് വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ഈ കൃഷിപ്പണിയിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് എങ്ങനെ വിജയകരമായിട്ടാണോ തോന്നുന്നത്? എങ്ങനെയാണ് അഭിപ്രായം? കൃഷിപ്പണി എന്ന് പറയുമ്പോൾ ഞങ്ങൾ സ്വന്തം ചെയ്യുന്നതിന്റെ പേരിൽ നമുക്ക് അത് വിജയമാണെന്ന് പറയാം. പക്ഷെ കൂലിക്ക് ആളെ കൂട്ടി ചെയ്തു കഴിഞ്ഞാൽ ഈ കൃഷികളെല്ലാം നഷ്ടമാണ്. ഞങ്ങൾ സ്വന്തം രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്വന്തമായിട്ട് പണി ചെയ്യുന്നതിന്റെ പേരിൽ നമ്മുടെ കൂലി കണക്ക് കൂട്ടാതെ ഞങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിജയകരമാണെന്ന് പറയാം. എന്തായാലും ഒരുപാട് സന്തോഷം. വെള്ളത്തൂൽ പഞ്ചായത്ത് തോക്കുപാറയിലെ ഒരു ഇടത്തരം കർഷകനായ ബേബി മത്തായി കാടായത്തിന്റെ കാർഷിക അനുഭവങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. തോക്കുപാറയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ബേബി മത്തായി കാടായവുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. 2023 ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായി ഇന്ന് ഈ പരിപാടിയിൽ അട്ടപ്പാടി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ലത ശർമ്മ തയ്യാറാക്കിയ ലേഖനം കേൾക്കാം. അട്ടപ്പാടിയിലെ അരുമധാന്യങ്ങൾ. ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ച് അന്താരാഷ്ട്ര സംഘടന ഈ വർഷം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുകയാണല്ലോ. ആഗോള ഉൽപാദനത്തിൽ ഒന്നാമത് നിൽക്കുന്ന ഇന്ത്യയുടെ ചെറുധാന്യങ്ങളെയും അവയുടെ പോഷക ഗുണങ്ങളെയും ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള വിഭവങ്ങളെയും ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം ചെറുധാന്യ മൂല്യവർദ്ധനവിന് പ്രാധാന്യം കൊടുത്ത് ലോകവിപണി പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി നമുക്കുണ്ട്. ചെറുധാന്യങ്ങളുടെ പോഷക പ്രാധാന്യം ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയും അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ പണ്ടുമുതൽക്കേ അട്ടപ്പാടിയിലെ ഗോത്ര ജനത ചെറുധാന്യങ്ങളായ റാഗിയും ചാമയും തിനയുമെല്ലാം കൃഷി ചെയ്ത് ഭക്ഷിച്ച് ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നു. മഴയെ മാത്രം ആശ്രയിച്ച് കിഴക്കൻ അട്ടപ്പാടിയിലെ വരണ്ട കാലാവസ്ഥയിൽ പഞ്ചകൃഷി രീതിയിലൂടെ ഓരോ കുടുംബത്തിനും വേണ്ട ഭക്ഷ്യസുരക്ഷ ഇവർ നിലനിർത്തിയിരുന്നു. എന്നാൽ കുടിയേറ്റ ജനതയുമായുള്ള ഇടപെടൽ, അരിയുടെയും ഗോതമ്പിന്റെയും സുലഭമായ ലഭ്യത, വന്യമൃഗശല്യം ഇവ മൂലം പഞ്ചകൃഷി കുറേശ്ശെ ഉപേക്ഷിച്ച് പരുത്തി മുതലായ വിളകളിലേക്കും മറ്റ് തൊഴിലുകളിലേക്കും വ്യാപൃതരാകുകയാണ് ചെയ്തത്. പിന്നീട് പുറംലോകം അറിയുന്ന ശിശുമരണങ്ങളുടെയും പോഷകാഹാരക്കുറവിന്റെയും വിളർച്ചയുടെയും ഗർഭിണികളുടെ തൂക്കമില്ലായ്മയുടെയും നാടായി അട്ടപ്പാടി മാറിയതിനു പിന്നിലെ ഒരു പ്രധാന കാരണം പാരമ്പര്യ കൃഷിരീതിയിൽ നിന്നും ഭക്ഷണശീലങ്ങളിൽ നിന്നുമുള്ള വ്യതിയാനമാണെന്ന് വൈകാതെ തന്നെ ഗോത്രജനത മനസ്സിലാക്കി. അട്ടപ്പാടിയിലെ ശിശുമരണ നിരക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും അതിജീവിക്കാൻ അവരുടെ തനത് പരമ്പരാഗത വിളകൾ തന്നെ വേണം എന്ന തിരിച്ചറിവിൽ നിന്ന് ആരംഭിച്ച പദ്ധതിയാണ് ചെറുധാന്യ ഗ്രാമം പദ്ധതി. 2017-18 മുതൽ അട്ടപ്പാടിയിലെ തെരഞ്ഞെടുത്ത ഊരുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നു. 2020-21 മുതൽ ഇതിന്റെ തുടർച്ചയെന്നോണം അട്ടപ്പാടി ആദിവാസി സമഗ്ര സുസ്ഥിര കാർഷിക വികസന പദ്ധതിയും നടപ്പിലാക്കുന്നു. അന്യം നിന്നുപോയ ചെറുധാന്യ കൃഷിയും മറ്റ് പരമ്പരാഗത കൃഷികളും തിരിച്ചു കൊണ്ടുവരാനായി ആവശ്യമുള്ള എല്ലാ ഇടപെടലുകളും പദ്ധതി വഴി ആവിഷ്കരിച്ച് നടപ്പിലാക്കി. ആദ്യഘട്ടത്തിൽ 40 ഊരുകളെ തെരഞ്ഞെടുത്ത് പരമ്പരാഗത കൃഷിക്ക് വേണ്ട സബ്സിഡി നൽകി. ഗുണമേന്മയുള്ള വിത്തുകൾ ലഭ്യമാക്കി കൊടുത്തു. അഗളി പഞ്ചായത്തിലെ കട്ടേക്കാട്, മേലെ പരപ്പൻതറ പുത്തൂർ പഞ്ചായത്തിലെ വി
ഈട്ടിയൂർ, കുറുക്കത്തിക്കല്ല്, ഷോളയൂരിലെ മേലെ സമ്പാർക്കോട് എന്നീ ഊരുകളെ മാതൃകാ ഊരുകളായി തെരഞ്ഞെടുത്ത് നടീൽ വസ്തുക്കൾ വിതരണം ചെയ്തു. കട്ടേക്കാട് കൃഷിയിടത്തിനു ചുറ്റും കാട്ടാന ശല്യത്തിൽ നിന്ന് രക്ഷ നേടാനായി തേനീച്ച വേലി സ്ഥാപിച്ചു. ഓരോ 4 മീറ്ററിന് ഒരു തേനീച്ച കൂട് എന്ന വീതം അതിർത്തികളിൽ സ്ഥാപിക്കുക വഴി ആനയെ അകറ്റുന്നതോടൊപ്പം കർഷകന് അധിക വരുമാനവും ലഭ്യമാക്കി. കുറുക്കത്തിക്കല്ലിൽ ഉണക്ക് തറ സ്ഥാപിച്ചു. മേലെ പരപ്പന്തറയും മേലെ സമ്പർക്കോടും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. മില്ലറ്റ് പദ്ധതിയുടെ മറ്റൊരു നേട്ടമാണ് അട്ടപ്പാടി ട്രൈബൽ ഫാർമേഴ്സ് അസോസിയേഷൻ ഫോർ മില്ലറ്റ്സ് എന്ന കാർഷിക ഉൽപാദന കമ്പനി. 2021 സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി പതുക്കെയാണെങ്കിലും വിപണി പിടിച്ചെടുക്കാൻ പ്രാപ്തമായി വരുന്നുണ്ട്. നിലവിൽ 152 അംഗങ്ങളുള്ള കമ്പനിയുടെ കർഷകർ മാത്രമല്ല സിഇഒയും ആദിവാസി വിഭാഗത്തിൽ നിന്നു തന്നെയാണ്. കമ്പനിയുടെ പ്രധാന ലക്ഷ്യം അട്ടപ്പാടിയിലെ മുഴുവൻ ഊരുകളിലും പഞ്ചകൃഷി വ്യാപിപ്പിക്കുകയും ഉൽപ്പന്നങ്ങളുടെ സംഭരണവും വിപണനവും മെച്ചപ്പെടുത്തുകയുമാണ്. പഞ്ചകൃഷി എന്നത് അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ഭക്ഷ്യ പോഷക സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു പരമ്പരാഗത കൃഷിരീതിയാണ്. ഓരോ കുടുംബവും കുറഞ്ഞത് 1 ഏക്കർ സ്ഥലത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ചെറുധാന്യങ്ങളായ റാഗി, ചാമ, തിന, പനിവരക്, കുതിരവാലി, കമ്പ്, മണിച്ചോളം എന്നിവയിൽ ഏതെങ്കിലും 1-2 എണ്ണവും പയർവർഗ്ഗങ്ങളായ വൻപയർ, അമര, തുവര, മുതിര എന്നിവയും എണ്ണക്കുരുക്കളായ സൂര്യകാന്തി, നിലക്കടല, കടുക്, എള്ള് എന്നിവയും കൂടെ പച്ചക്കറികളായ മത്തൻ, ബീൻസ് എന്നിങ്ങനെയെല്ലാം ഒന്നിച്ച് ഒരേ കൃഷിസ്ഥലത്ത് ഒരേ സമയത്ത് കൂട്ടിക്കലർത്തി വിതയ്ക്കുകയും പല തവണകളായി ആവശ്യാനുസരണം ഇലക്കറിയായും പച്ചക്കറിയായും ധാന്യമായും വിളവെടുത്ത് ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു കുടുംബത്തിന് 8 മുതൽ 10 മാസം വരെയുള്ള ഭക്ഷ്യപോഷക സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുന്നതാണ്. അട്ടപ്പാടിയുടെ തനത് പയർവർഗ്ഗ ഇനങ്ങളായ അട്ടപ്പാടി തുവരയ്ക്കും ആട്ടുകൊമ്പ് അമരയ്ക്കും ഭൗമസൂചിക പദവി നേടിയെടുത്തതും ഈ പദ്ധതിയുടെ നേട്ടമാണ്. ചെറുധാന്യ ഗ്രാമം പദ്ധതിയുടെ വിജയ മാതൃക ക്രമേണ കുടുംബശ്രീയും പട്ടികവർഗ വികസന വകുപ്പും നംത് വെള്ളാമൈ പദ്ധതിയിലൂടെ മറ്റ് ഊരുകളിലേക്ക് പകർത്തിയെങ്കിലും വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യവും കാലം തെറ്റിയുള്ള മഴയും കാരണം 2022 പൊതുവെ ചെറുധാന്യ കൃഷിയുടെ വിസ്തീർണം ചുരുങ്ങിയതായി കാണുന്നു. എന്നാൽ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം നാടെങ്ങും കൊണ്ടാടുമ്പോൾ ചെറുധാന്യങ്ങളുടെ ഈറ്റില്ലമായ അട്ടപ്പാടിക്ക് ഈ വർഷം അവസരങ്ങളുടേതാണെന്ന തിരിച്ചറിവ് കർഷകരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടുതൽ വിസ്തൃതിയിലേക്ക് കൃഷി വ്യാപിപ്പിക്കുവാനും തന്മൂലം കേരളത്തിന്റെ ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്ക് ചെറുതല്ലാത്ത സംഭാവനകൾ നൽകാൻ കഴിയുമെന്നതും ശുഭസൂചനയാണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായി ഇന്ന് ഈ പരിപാടിയിൽ അട്ടപ്പാടി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ലതാ ശർമ്മ തയ്യാറാക്കിയ ലേഖനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിങ്ങൾ കേട്ടത് 2023 ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷം. खाद्यान्न संकट के गहराने की आशंका ने दुनिया भर के देशों की चिंता को बढ़ा दिया है। बढ़ती आबादी का बोझ, निरंतर बदलते मौसम और खेती किसानी में बढ़ती लागत के बीच फायदे की खेती के विकल्प पर मिलेट की खेती अपनी जगह बना रही है। श्री अन्न यानी मिलेट्स की खेती कोई नई नहीं है। आजादी के 1 दशक बाद तक देश की बड़ी आबादी मिलेट खाद्यान्न पर ही निर्भर थी, लेकिन हरित क्रांति की आंधी से गेहूं और चावल के उत्पादन ने सारे रिकॉर्ड तोड़ दिए। लेकिन मिलेट का रकबा धीरे धीरे कम होता चला गया। बीते 1 दशक से एक बार फिर मिलेट ने खेतों को हरा भरा किया है। हम पहले क्या है देसी बाजरे की खेती करते थे, उसमें हमारे को 100 से 110 दिन का फसल में तैयार होने में टाइम लगता था। फिर हमने अभी 6-7 साल से हाइब्रिड बाजरे की खेती करना शुरू किया। उसमें क्या है हमारे को 75 से 80 दिन का समय लगता है और अच्छी उपज तैयार होती है और इसकी मार्केट में वैल्यू भी बढ़िया मिलती है। इसलिए हमने इसका खेती का रकबा ज़्यादा बढ़ा दिया। कम मेहनत और लंबे समय तक खराब न होने की खासियत श्री अन्न की फसलों के दायरे को अब और बढ़ा रही है। इसके अलावा पूरी दुनिया में एक बड़ी आबादी के खान पान की शैली में भी बदलाव आया है और मिलेट ने थाली में अपनी ज्यादा जगह बनाई है, जिसकी एक बड़ी वजह मिलेट की पोषक गुणवत्ता को भी माना जा रहा है। मिलेट की मांग बढ़ाने के लिए अब माननीय प्रधानमंत्री जी की पहल पर संयुक्त राष्ट्र ने 2023 को इंटरनेशनल ईयर ऑफ मिलेट्स मनाने का फैसला किया है।
पूरी दुनिया में मिलेट को भारत और अफ्रीका की फसल कहा जाता है, क्योंकि इन दोनों ही जगहों में प्राचीन काल से ही मिलेट की खेती हो रही है। अकेले भारत में 10 तरह के श्री अन्न का उत्पादन होता है, जिसमें ज्वार, बाजरा, रागी यानी मंडवा, रामदाना, कुट्टू, कंगनी, कोदो, सावा, कुटकी, चीना यानी प्रोसो आदि शामिल हैं। चावल, गेहूं और मक्के के बाद मिलेट में बाजरा और ज्वार भारत में सबसे महत्वपूर्ण फसलों में शामिल हैं। यही वजह है कि भारत मिलेट का एक प्रमुख उत्पादक है। खास बात यह है कि भारत की हिस्सेदारी एशिया के उत्पादन में 80% और वैश्विक उत्पादन में 20% की है। फिलहाल भारत में मिलेट की औसत उपज 1268 किलो प्रति हेक्टेयर है, जो वैश्विक औसत उपज 1211 किलो प्रति हेक्टेयर से अधिक है। मिलेट्स जैसे रागी, ज्वार, बाजरा, कोडो, जोंगोरा, बार्ली, कोटकी, इन जैसे अनाज की पैदावार बढ़े, लोग अपने भोजन में इन्हें शामिल करें, इस और प्रयास बढ़ाए जा रहे हैं। मैं आज एफएओ को विशेष धन्यवाद देता हूं कि उसने वर्ष 2023 को इंटरनेशनल ईयर ऑफ मिलेट्स घोषित करके भारत के प्रस्ताव को पूरा समर्थन दिया है। हमारे देश में उगाई जाने वाली प्रमुख श्री अन्न फसलें और उनके उत्पादन की हिस्सेदारी प्रतिशत को देखें तो पर्ल मिलेट यानी बाजरे की हिस्सेदारी 61% है, ज्वार की हिस्सेदारी 27% और फिंगर मिलेट यानी रागी की हिस्सेदारी 10% है। भारत का राजस्थान प्रदेश मिलेट उत्पादन में सबसे आगे है। राजस्थान के बाद महाराष्ट्र, कर्नाटक, उत्तर प्रदेश और मध्य प्रदेश का नंबर आता है। बाजरा के उत्पादन में भी राजस्थान सबसे पहले नंबर पर है। वहीं ज्वार के उत्पादन में महाराष्ट्र सबसे आगे है। देश के कुछ राज्य जैसे कर्नाटक, तमिलनाडु, उत्तराखंड और महाराष्ट्र में फिंगर मिलेट यानी रागी का उत्पादन होता है। स्मॉल मिलेट के उत्पादन में मध्य प्रदेश अग्रणी है। मध्य प्रदेश के बाद उत्तराखंड, महाराष्ट्र और तमिलनाडु का नंबर आता है। साल 2023 को इंटरनेशनल ईयर ऑफ मिलेट घोषित किए जाने के बाद मिलेट्स को लोगों के बीच लोकप्रिय बनाने के लिए कई तरह के कार्यक्रमों की योजना बनाई जा रही है, ताकि मिलेट्स का न सिर्फ उत्पादन बढ़े बल्कि वैश्विक खपत और निर्यात में भी बढ़ोतरी हो। मिलेट के उत्पादों की ब्रांडिंग पर भी विशेष जोर दिया जा रहा है और रणनीति पर केंद्रित कार्यक्रम किए जाएंगे। एक रिपोर्ट के मुताबिक फिलहाल 500 से अधिक स्टार्टअप बाजार मूल्य श्रृंखला में काम कर रहे हैं। वहीं इंडियन इंस्टीट्यूट ऑफ मिलेट्स रिसर्च ने 250 स्टार्टअप्स को साथ लिया है। यही नहीं, 66 से अधिक स्टार्टअप्स को 6.2 करोड़ रुपए से अधिक दिए गए हैं, जबकि लगभग 25 स्टार्टअप्स को आगे फाइनेंस के लिए मंजूरी प्रदान की गई है। Initially incubated at IIMR had taken great technology from them, and then we started selling millet chikkis initially in the schools and then in the kirana stores. So we right now sell about roughly 20 lakh millet chikkis per day. श्री अन्न के प्रति सरकार और लोगों के बीच ये जागरूकता एक लंबा सफर तय करने वाली है। जाहिर है, आने वाले वक्त में हरित क्रांति की तरह ही इस देश और दुनिया में मिलेट क्रांति का आगाज तय है। സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടു വയ്ക്കാം. ജനപങ്കാളിത്തകരുത്തുമായി മുന്നോട്ടെന്നും നീങ്ങുക നാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.